നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഏകദേശം ഒരു വർഷം മുൻപ് നമ്മുടെ ചാനലിൽ ഒരു പാരമ്പര്യ വൈദ്യന്റെ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾക്ക് അത് ഉപകാരത്തിൽ പെട്ടു എന്ന് പറയുന്ന വലിയൊരു സന്തോഷ വാർത്ത പങ്കുവെക്കാനാണ് മാന്യ പ്രേക്ഷകരോട് ഇവിടെ ഈ സമയം ചെലവഴിക്കുന്നത്. മാത്രമല്ല, അന്ന് ഒരു വർഷം മുൻപ് പബ്ലിഷ് ചെയ്ത ആ വീഡിയോ കാണാത്ത ഒരുപാട് ആളുകളുണ്ട്. സത്യത്തിൽ അത് 6000 പേർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് അത് ഗുണം വന്നു എന്ന് പറയുമ്പോൾ അറിയാലോ. ഇപ്പൊ നമുക്കറിയാം, സോറിയാസിസ് പോലെയുള്ള മാറാ രോഗങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് വേദനയോടെ നടക്കുന്ന മനുഷ്യന്മാർ, അതല്ലെങ്കിൽ മൂത്രാശയ രോഗമായിക്കോട്ടെ, ഇനി വാത പിത്ത, അതല്ലെങ്കിൽ ഈ വാർദ്ധക്യ സഹജമായിട്ടുള്ള, അതായത് അകാല വാർദ്ധക്യം വരിക എന്നുള്ളത് ഒരുപാട് അവസ്ഥകൾ. ഏതൊക്കെ രീതിയിൽ പാരമ്പര്യ വൈദ്യം, നമ്മുടെ പാരമ്പര്യ വൈദ്യത്തിൽ എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇവിടെ ഇംഗ്ലീഷ് മരുന്നിനെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ ഇംഗ്ലീഷ് മരുന്നിന്റെ ആ ഒരു ആധിപത്യം നമ്മുടെ ഈ മേഖലയിലേക്ക് വളർന്നു വന്നതോടുകൂടി തന്നെ നമ്മുടെ പാരമ്പര്യമായിക്കോട്ടെ, ആയുർവേദമായിക്കോട്ടെ, ഹോമിയോ ആയിക്കോട്ടെ, ഇതൊക്കെ പടിപടിയായി നമ്മൾക്ക് അന്യം വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഉപഭോക്താക്കളായിട്ട്, അതല്ലെങ്കിൽ ഉപയോക്താക്കളായിട്ട് ഇന്നുള്ളത് വിദേശികളാണ് എന്നുള്ളതാണ് സത്യം. കാരണം പാരമ്പര്യമായിട്ട് നമുക്കുണ്ടായിരുന്ന അമൂല്യങ്ങളായിട്ടുള്ള മരുന്നുകളുടെ എല്ലാ കുറിപ്പടികളും, പഴയ കാലത്തെ താളിയോലകൾ, ഇതൊക്കെ പണ്ട് കാലം മുതലേ ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് കടത്തിക്കൊണ്ട് പോയിട്ടുള്ള വിവരമൊക്കെ നമുക്കറിയാം. ഇവിടേക്ക് കച്ചവടം ചെയ്യാനും മറ്റു പല രീതിയിലും കടന്നു വന്നിട്ടുള്ള വിദേശികൾ എന്നുള്ളത് അറിയാം. അത്തരത്തിൽ ഈ ഒരു പാരമ്പര്യ വൈദ്യനെ ഒരു വർഷം മുൻപ് പരിചയപ്പെടുത്തിയതാണ് ഞാൻ. പക്ഷെ ആ വീഡിയോ ഒന്നുകൂടെ റീപബ്ലിഷ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കാരണം കൂടുതൽ ആളുകൾക്ക് ഇത് ഗുണപ്രദമാവട്ടെ എന്ന വലിയൊരു ആഗ്രഹം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇടുന്നത്. മാത്രമല്ല, പാരമ്പര്യ വൈദ്യന്മാരുടെ ആ കഴിവിനെ എത്ര കണ്ട് കേരളം പോലെയുള്ള നമ്മുടെ ഈ സംസ്ഥാനം വിലക്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് സംശയാസ്പദം തന്നെയാണ്. അതുകൊണ്ട് ആനന്ദവൈദ്യൻ എന്ന് പറയുന്ന എൻ്റെ സഹോദരൻ, എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള, എല്ലാം കൊണ്ടും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ആ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിൽ. ഈ വീഡിയോയിൽ, ഈ ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഏതൊക്കെ രോഗങ്ങൾ, മാറാരോഗങ്ങളായിക്കോട്ടെ, ഇനി മാറുന്ന രോഗങ്ങളായിക്കോട്ടെ, എന്തൊക്കെ കഷ്ടതകൾ ആരൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം പാരമ്പര്യ വൈദ്യനായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കയ്യിൽ മരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ആ ഒരു വർഷം മുൻപ് പബ്ലിഷ് ചെയ്ത ആ വീഡിയോ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് മാന്യ പ്രേക്ഷകർക്ക് മുൻപിൽ വെക്കുകയാണ്. ഗുണപ്രദമായിട്ടുള്ള ആളുകൾക്ക് അത് ഗുണപ്രദമാവട്ടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ രോഗമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മറ്റു രോഗികൾക്ക് ആശ്വാസമാവാൻ ഉതകുന്ന രീതിയിൽ ഈ വീഡിയോ എടുത്ത് മാക്സിമം പ്രചരിപ്പിക്കുക എന്നൊരു അഭ്യർത്ഥന കൂടി വെക്കുകയാണ്. കണ്ടു നോക്കാം ആ വീഡിയോ. സർ, നമസ്കാരം. നമസ്കാരം. കുറെ നാളായി കാണണം എഴുതിയിട്ട് അല്ലെ? മാന്യ പ്രേക്ഷകരെ, ഇത് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള ഒരു പാരമ്പര്യ വൈദ്യൻ, അങ്ങനെ തന്നെയല്ലേ പറയാറില്ല? പാരമ്പര്യ വൈദ്യൻ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പാരമ്പര്യ വൈദ്യൻ. എന്തുകൊണ്ടാണ് ഡോക്ടറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്നുള്ളതിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കാരണം നമ്മൾക്കറിയാം, ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിൽ, അതല്ലെങ്കിൽ കേട്ടുകേൾവി ഇല്ലാത്ത അത്ര മാരകമായിട്ടുള്ള രോഗങ്ങളുടെ ഒരു പറുദീസയായി മാറിയിട്ടുണ്ട് നമ്മുടെ നാട് എന്നുള്ളതാണ്. അപ്പോൾ ഏത് രോഗമാണെങ്കിലും അതിന് കൃത്യമായിട്ട് നമ്മുടെ തനത് സംസ്കാരത്തിൽ, പാരമ്പര്യത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ഔഷധങ്ങളുള്ള ഒരു നാട് തന്നെയായിരുന്നു നമ്മുടെ നാട്. പക്ഷെ ഇന്ന് അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് എത്രത്തോളമാണ് ഇവിടെ ഇംഗ്ലീഷ് മരുന്ന് ആധിപത്യം പുലർത്തിയത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരിക്കലും നമ്മൾ ഇംഗ്ലീഷ് മരുന്നിന് കുറ്റം പറയാനോ അതല്ലെങ്കിൽ അവരിലേക്ക് പഴി ചാർത്താനോ ഒന്നും നമ്മൾ മുതിരുന്നില്ല. പക്ഷെ നമ്മുടെ തനത് സംസ്കാരത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ആർക്ക് ഏത് രീതിയിലുള്ള മാരക രോഗങ്ങൾ ആർക്കും വരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡോക്ടറുടെ കൈവശം നിങ്ങൾക്കുള്ള മരുന്നുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടുത്താനുള്ള നമ്പറുകളൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഏതൊക്കെ രീതിയിലുള്ള മരുന്നുകളാണ്, അദ്ദേഹത്തിന് എങ്ങനെയാണ് അതിനുള്ള യോഗ്യതകൾ എന്നൊക്കെ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ചു കളയാം. സർ, എങ്ങനെയാണ് അങ്ങ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്? ഞാന് 780 പരം വർഷങ്ങളുടെ ആയുർവേദ ചികിത്സാ പാരമ്പര്യ കുടുംബത്തിലെ ഒരംഗവും വിരാജ് ആയുർവേദ കോളേജിൽ നിന്ന് BMS എടുത്തിട്ടുള്ള വ്യക്തിയും, അതോടൊപ്പം തന്നെ അക്യൂപഞ്ചർ, ഇലക്ട്രിക് തെറാപ്പി, മാഗ്നറ്റിക് തെറാപ്പി, അങ്ങനെ 2-3 ഉപവിദ്യകളോടുകൂടി ഞാൻ സ്വായത്തമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അച്ഛനോടൊപ്പവും പിന്നീട് അപ്പൂപ്പനോടൊപ്പവും എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു വലിയ. ജന്മസ്ഥലം ശരിക്കും എൻ്റെ സ്വന്തം സ്ഥലം പുനലൂരിൽ ആരംഭന്നെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ അച്ഛൻ്റെ പൂർവ്വ കുടുംബം എന്ന് പറയുന്നത് പറക്കോടാണ്, അടൂർ പറക്കോട്. അതാണ് ഈ 780 വർഷത്തെ പാരമ്പര്യ കുടുംബം. അത്
എൻ്റെ പിതാമഹന്മാരെല്ലാം ആയുർവേദ വൈദ്യന്മാരായിരുന്നു. അവര് തനത് ചികിത്സാ രീതിയിൽ വളരെയേറെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളവരാണ്. ജ്വര വിഷവാത ചികിത്സകളിലാണ് അവർ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ളത്. അന്നത്തെ ആൾക്കാർ പറയും പറക്കോടൻ പഠിപ്പുര കടന്നാൽ ജ്വരം പടിഞ്ഞാറ് കിടക്കും. അങ്ങനെ ഒരു പഴമൊഴി നാട്ടുകാർ പറഞ്ഞ് ഇന്നും പുരളറിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ അറിയാവുന്നതാണ്. ഏതൊരു രോഗത്തിനും മരുന്നുണ്ട് എന്നുള്ളതാണ് സത്യത്തില് പാരമ്പര്യ വൈദ്യം അല്ലെ? അതെ, എല്ലാ രോഗങ്ങൾക്കും ജ്വരവാദ വിഷ ചികിത്സകളിലാണ് ഞങ്ങൾ പിന്നെ പ്രാഗൽഭ്യം നേടിയിട്ടുണ്ടായിരുന്നത്. അതില് ഈ ത്വക്ക് രോഗങ്ങള് ഞാനിപ്പോൾ വളരെ പ്രധാനമായിട്ട് നോക്കുന്നുണ്ട്. സോറിയാസിസ്. ഈ സോറിയാസിസ് നേരത്തെ ചികിത്സിച്ചത് വാതരക്തം എന്ന രോഗത്തിലാണ്. ആ സോറിയാസിസ് രോഗത്തിന് വളരെ ഫലപ്രദമായ പാരമ്പര്യ ചികിത്സയോടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നൂതന സങ്കേതങ്ങളും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ സോറിയാസിന്റെ പ്രത്യേക ചികിത്സ ചെയ്യുന്നത്. ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. അത് ഞാൻ ഒട്ടനവധി കേസുകൾ കൃത്യമായിട്ട് പഥ്യാചരണത്തോടു കൂടി ഔഷധം സേവിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഭേദമാക്കാമെന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഒട്ടനവധി ആൾക്കാർ. പ്രേക്ഷകരെ, ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സോറിയാസിസിന് സത്യത്തിൽ മരുന്നില്ല എന്നുള്ള രീതിയിൽ ഇന്നും ഒരുപാട് വേദനകൾ സഹിച്ചുകൊണ്ട് നമ്മുടെ സഹോദരന്മാരായിക്കോട്ടെ സഹോദരിമാരായിക്കോട്ടെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ മരുന്ന് പൂർണ്ണമായിട്ടും ആ പഥ്യത്തിനനുസരിച്ച് അത് കഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി മാറ്റുമെന്നുള്ള ഒരു വാക്ക് സത്യത്തിൽ ആരും കൊടുക്കാൻ ധൈര്യപ്പെടില്ല. പക്ഷെ ആനന്ദ് വൈദ്യർ അതല്ലെങ്കിൽ ഡോക്ടർ ആനന്ദ് സാർ കൃത്യമായിട്ടും അത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഞാൻ ഇതിനിടയ്ക്ക് കയറി പറഞ്ഞത്. ഈ ത്വക്ക് രോഗങ്ങൾക്ക് എല്ലാം എക്സമ, സോറിയാസിസ് ഇത്തരം ചികിത്സകളാണ്. പിന്നെ ഇതിന്റെയൊക്കെ പശ്ചാത്തലം, പൂർവ്വ പശ്ചാത്തലം എന്ന് പറയുന്നത് അപ്പൂപ്പനെല്ലാം നല്ലപോലെ വിഷചികിത്സ ചെയ്യുന്നവരായിരുന്നു. ഈ വിഷചികിത്സയിൽ വളരെ അഗ്രഗണ്യന്മാരായിരുന്നു. അവർക്ക് വിഷചികിത്സ ഇന്ന് ഒരു കടി വരുന്നുണ്ട് എന്ന് അവർക്ക് മുൻകൂട്ടി കാണാനുള്ള ദൂതലക്ഷണങ്ങൾ വരെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും അവരെന്ന് പറയുന്നത്. ആ വരുന്ന രോഗികൾ ഭേദമാകാൻ ആയുസ്സിന് വില ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ആ രോഗി രക്ഷപ്പെട്ടിരിക്കും. അതല്ല എങ്കിൽ അതിൻ്റെതായ ദൂതലക്ഷണത്തിൽ ആ കേസ് കൈകാര്യം ചെയ്യുന്നതിന് മുമ്പേ തന്നെ അത് മടക്കി അയച്ചിരിക്കും. അത് കൃത്യമായിട്ട്. കാരണം പിന്നെ അങ്ങ് സ്പെഷ്യലൈസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? പിന്നീട് ഇപ്പോ ഈ ത്വക്ക് രോഗങ്ങളൊക്കെ ബേസ് ചെയ്ത് എന്റെ കുറെ ഔഷധങ്ങൾ. അപ്പൊ ഞാൻ പിന്നെ ആയുർവേദ ചികിത്സ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം എക്സ് സർവീസ്മാൻ ആണ്. അപ്പൊ അദ്ദേഹം വന്ന് പറഞ്ഞു കഷണ്ടിക്ക് മരുന്നെന്ത് ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു കഷണ്ടിയിൽ മുടി പിടിപ്പിക്കാൻ നമുക്ക് മരുന്നുണ്ടല്ലോ, അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ. അല്ല, ഞാൻ പറഞ്ഞു ശാസ്ത്രം പറയുന്നു. ഞാനത് പിന്നെ പ്രവർത്തിച്ച ചെറിയ 1-2-3 കേസുകളിൽ എനിക്ക് വ്യക്തമായിട്ടുമുണ്ട്. അപ്പൊ അതെന്താണ്? അപ്പൊ അന്നൊക്കെ ഈ വിട്ടുമാറാത്ത തലവേദന വളരെ പരമപ്രധാനമാണ്. നമ്മുടെ സൂര്യാഘാതം എന്നാണ് അന്ന് ആ രോഗത്തിൽ പറയുന്നത്. അപ്പൊ ഈ വിട്ടുമാറാത്ത ചികിത്സയ്ക്ക് വന്ന് നമ്മളത് പല ഗ്ലാസ് വെക്കേണ്ടതായുള്ള ചികിത്സകളൊക്കെ ഉണ്ട്. കണ്ണിന് കുഴപ്പമുള്ള തരത്തിൽ വരുന്ന കേസുകളുണ്ട്. ആ തലവേദനയ്ക്ക് നമ്മൾ പൂർണ്ണമായിട്ട് ഔഷധ ചികിത്സ കൊണ്ട് ഭേദമാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പൂർണ്ണമായിട്ട് മുടി കൊഴിഞ്ഞു പോയ പോലെ കുറെ കേസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് വീണ്ടും മുടി കിളിർക്കാൻ വേണ്ടി ചില ഔഷധങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, മുടി കിളിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഞാനൊരു ശാസ്ത്രം കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു. കടന്നട ശിഖിജാതി കരജ കരവീരകൈ അവഗാഢം പജേതയിലും പൃച്ഛയിത്വാ പുനഃപുന ഭുജ്വാ ഫലൈചിരം ലിംബേൽ കേശഭൂമിം സമന്തതം ഹസ്തിദന്തമശിംകൃത്വാ മുഖ്യം ജൈവ രസാജ്ജനം ലോമാന്യേന ജായന്തി തൃണാം പാടുതലേഷുവി. അതെന്ന ശാസ്ത്രം. ഞാൻ പറഞ്ഞു ഈ ഒരു ശാസ്ത്രത്തിൽ നിന്നാണ് ഈ ഔഷധം നമ്മൾ തയ്യാറാക്കുന്നത്. പിന്നെ ഇതോടൊപ്പം തന്നെ മുടി വളരുന്ന ഭൃംഗരാജ ത്രിപുലോൽപലശാരി ലൗഹപുരീഷ സമന്വിതഹാരി തൈലമിതം ഭജ ദാരുണഹാരി കുഞ്ചിത കേശ ഘനസ്ഥിതകാരി. പിന്നെ അതോടൊപ്പം തന്നെ അതിനകത്ത് ശാസ്ത്ര സംബന്ധമായിട്ട് ഒട്ടനവധി യോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫല്ലാതക ബൃഹതി ഫല കുഞ്ഞാപൂല ഫലേപ്യേകേന മധുസഹിതേന വിലുപ്തം സുരപതിലുപ്തം ശമന്തി. അങ്ങനെ കഷണ്ടിക്ക് ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ ഒരു സാമ്പിൾ കൊടുത്തിട്ടുണ്ടോ? അത് കാണിക്കാൻ നമ്മളെ പ്രേക്ഷകരിലേക്ക്. ഇതാണ് ഞാൻ കഷണ്ടിക്ക് വേണ്ടി പുറത്തിറക്കിയിട്ടുള്ള ആമ്പാടി ഇന്ദ്രലുപ്ത ഹെയർ ഓയിൽ. അമ്പാടി ഇന്ദ്രലുപ്ത ഹെയർ ഓയിൽ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ 2 ബോട്ടിൽ എനിക്ക് സാറ് മുമ്പ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല യാത്രകളായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗ്യാരണ്ടി എനിക്കറിയാം. ഇതിന്റെ ആ
ആദ്യത്തെ ഉപഭോക്താവ് എന്ന് പറയുന്നത്, എനിക്ക് പേര് വെളിപ്പെടുത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും എനിക്ക് അദ്ദേഹം പ്രതിതുല്യനായിരുന്നു. എനിക്കതുപോലെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഉതകത്ത് തരുന്നതിൽ എന്നെ ഒരുപാട് പിന്നെ ആശ്ലേഷിച്ചിട്ടുള്ള ഒരു ഒരു മഹാനുഭാവൻ. പ്രശസ്ത കാഥികനാണെന്ന് പറഞ്ഞാൽ അതെ, എതിർക്കില്ല. അതെ, പേര് പറയുന്നില്ല, പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കൊല്ലത്തെ ഒരു പ്രസിദ്ധനായ ഗാഥികനാണ്. കഥാപ്രസംഗത്തിന്റെ അച്ഛൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അതിന്റെ ആസ്ഥാന ചക്രവർത്തി അദ്ദേഹമാണ് എനിക്ക് ഇതിനു വേണ്ടുന്ന എല്ലാ പശ്ചാത്തലങ്ങളും ഒരുക്കി തന്ന് അത് പത്രദ്വാര പിന്നെ ഒരു വെളിവാക്കാനും അദ്ദേഹത്തിന്റെ അനുഭവം പത്രക്കാരോട് അദ്ദേഹം പറഞ്ഞു. അത് എല്ലാ പത്രങ്ങളിലും 1990 പുറത്തു വന്നിട്ടുള്ളതാണ്. അന്ന് മുതല് ലോകത്ത് എമ്പാടും നമ്മൾ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഈ ഔഷധം ഞാൻ ഒട്ടനവധി കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാരുണ്ട്. എവിടെ ഏത് നാട്ടുകാർക്കും ഇത് അയച്ചു കൊടുക്കും. എവിടെയും ഞാൻ പോസ്റ്റലായിട്ട് കൊറിയറിൽ അന്ന് പോസ്റ്റായിരുന്നു കൂടുതൽ. ഇപ്പൊ നമുക്ക് കൊറിയർ സംവിധാനങ്ങളും കൂടുതലുണ്ടല്ലോ. അപ്പൊ കൊറിയറിൽ വഴി ഇപ്പൊ എല്ലാ മരുന്നുകളും സോറിയാസിസിനുള്ള മരുന്നായാലും കഷണ്ടി എണ്ണയ്ക്കുള്ള മരുന്നായാലും പിന്നെ ഈ പിന്നെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നമ്മുടെ ഒരു പ്രത്യേക ഔഷധമുണ്ട്. അത് പണ്ടൊക്കെ രാജാന്തപുരങ്ങളിൽ ഉപയോഗപ്പെടുത്തി പോന്നിട്ടുള്ള ഒരു കുറിക്കൂട്ടാണ്. അപ്പൊ അന്നത്തെ സ്ത്രീ സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഈ പ്രാചീന കവികൾക്കും രാജാക്കന്മാർക്കും അവരുടെ രാജസഭകളെ പിന്നെ ഏറ്റവും കൂടുതൽ മനോഹാരിതയാക്കുന്ന പറഞ്ഞ രാജാന്തപുരത്തിലെ കന്യകമാരില്ലേ. അപ്പൊ അവർക്കുള്ള സൗന്ദര്യത്തിന് മുതൽക്കൂട്ടാകുന്ന തരത്തിലുള്ള ഒട്ടനവധി ഔഷധങ്ങൾ അന്ന് അവരവിടെ പ്രയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ അത്യപൂർവ ഔഷധങ്ങളായ ചില കുറിക്കൂട്ടുകൾ ഞാൻ പ്രത്യേകം തന്നെ തയ്യാറാക്കിയാണ് ചന്ദ്രധാര എന്ന ഒരു പ്രൊഡക്റ്റ്. ഇത് പൗഡറാണ്. ഈ പൗഡർ ചന്ദ്രധാര സ്ത്രീ പുരുഷന്മാർക്ക് ആർക്കും ഉപയോഗിക്കാവുന്നതാണ്. പ്രായഭേദമന്യേ ആർക്കും ഉപയോഗിക്കാം. ഇത് സാധാരണ നമ്മള് പനിനീരിലോ പച്ചവെള്ളത്തിലോ ചാലിച്ച് മുഖത്തിടാൻ നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതിന്റെ ക്ഷിപ്രസാധ്യം ഫലം പ്രദാനം ചെയ്യാൻ വേണ്ടി ആട്ടിൻ പാലിലും, അത് പൂർവ്വ ഔഷധ സംഹിതയിൽ പറയുന്നതാണ്, ഗൂഢാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ആട്ടിൻ പാലിലും പശു നെയ്യും കൂടെ ചാലിച്ച് അതിൽ ഈ പൗഡർ കലക്കി മുഖത്ത് തേച്ചിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് മസാജ് ചെയ്ത് തുടച്ചു നീക്കി കഴിഞ്ഞാൽ ആ സ്കിന്നിന് ചന്ദ്രതുല്യ കാന്തി നൽകുവാൻ പര്യാപ്തമാണെന്ന് ഒട്ടനവധി അനുഭവങ്ങൾ. ഇനി എന്താ സാർ ഇതില് ആതിര എന്ന് പറഞ്ഞിട്ട് സോപ്പ്. ഈ സോപ്പ് വളരെയേറെ പ്രത്യേകത ഉള്ളതാണ്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്തരം ഒരു ആയുർവേദ ഔഷധ സോപ്പ് മറ്റ് ഒന്നുമായിട്ടും ലഭ്യമല്ല. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ആയുർവേദ കഷായത്തിൽ നിർമ്മിക്കുന്നു. എന്നിട്ട് ഇതിന്റെ ആൽക്കലി ക്ഷാരാംശത്തിൽ നിന്ന് ഇതിനെ പൂർണ്ണമായിട്ടും നമ്മൾ മോചിപ്പിച്ചുകൊണ്ടാണ് ഈ കഷായത്തിൽ ഈ പ്രാചീന വിഷവൈദ്യ ചികിത്സയിൽ പറഞ്ഞിട്ടുള്ള അത്യപൂർവ ഔഷധങ്ങൾ ഇത് കഷായത്തിൽ ചേർത്തിട്ടുണ്ട്. എന്ന് തന്നെയല്ല, ഈ സോപ്പിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് തൈല കൽപ്പന അനുസരിച്ചാണ് ഈ സോപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ആയുർവേദത്തിലെ തൈലകൽപ്പനയുണ്ട്. അത് കഷായ കൽപ്പന, തൈല കൽപ്പന, ഘൃതകൽപ്പന, ഇങ്ങനെ ഓരോന്നിനും ഓരോ കൽപ്പനകളുണ്ട്. അതിൽ തൈലകൽപ്പനയെ ആസ്പദീകരിച്ച് അതിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഔഷധങ്ങളും നിർമ്മാണ പ്രക്രിയയുമാണ് ഈ സോപ്പ് നിർമ്മാണത്തിൽ ഞാൻ ഇതമൃതമായിട്ട് ഒരുപാട്. ഇത് എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് ആളുകളുടെ എനിക്ക് തന്നെ അറിയാം ഇത് പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്തിയിട്ടുള്ള. പിന്നെ നമ്മൾക്കറിയാം സോറിയാസിസ് ഭേദപ്പെട്ട ഒരാള് അത് പബ്ലിക്കിൽ വന്ന് പറയില്ല എന്നുള്ളത് ഒരു ജസ്റ്റ് ചെറിയ കോമൺ സെൻസ് മതി നമുക്ക് ചിന്തിക്കാൻ. കാരണം ഏറ്റവും നാണം അതല്ലെങ്കിൽ അപകർഷതാ ബോധം കൊണ്ട് തന്നെ ആരും അത് ആ രോഗം ഉണ്ടെന്ന് പറയാൻ പോലും നാണിക്കുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് അതിന്റെ അനുഭവസ്ഥരെ നമ്മൾ കാണിച്ചു തരാൻ പറ്റില്ല. ഇഷ്ടം പോലെ അദ്ദേഹം അത് പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതെന്താണ് സാർ ഈ സുവർണക ലേപൻ? ഇതിന്റെ ത്വക്കിന് സൗന്ദര്യം കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ് സുവർണക ലേപൻ. ഈ പാടുകൾ, മുറിപ്പാടുകള്, കാരണം ഈ സോറിയാസിസ് വന്നു കഴിഞ്ഞാൽ പല പാടുകള് മുഖത്തെയും ശരീരത്തെയും വികൃതമാക്കത്തക്ക തരത്തിൽ അല്ലെങ്കിൽ ഭയാനകമായ ഒരു
ശരീരവിശേഷം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് അതെ. ഈ സോറിയാസിസ് ഭേദമായാൽ തന്നെ ഉണ്ടാകുന്നത്. ആ, നമ്മുടെ ചികിത്സയിൽ ഈ ഭേദമാകുന്നതോടൊപ്പം തന്നെ അത്തരം മാരകങ്ങളായ ഉം. പാടുകൾ അവശേഷിക്കാതെ ഉം. പൂർണ്ണമായും നമ്മുടെ പൂർവ്വ ആ ത്വക്കിന്റെ ഉം. നിറവും സൗന്ദര്യവും കൊണ്ടുവരും. ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയുള്ള ആള് സുവർണ്ണ കല്യാണം. ഇനി മറ്റൊന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടി കേട്ടോ, ഹരിതഗാന്ധി ഗുണം. ഞാൻ യൂസ് ചെയ്യുന്നത് ഹരിതയ്ക്കാതി ഗുണം. വെറുതെ പറയല്ല, കാരണം ഞാനിത് സ്ഥിരം യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നാണ് ഇതിന്റെ ഈ ബ്രാൻഡ് ഇത് പറഞ്ഞു പോയത്, ഇതിന്റെ പശ വിട്ടു പോയതാണ്. ഇത് ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ദിവസങ്ങളിൽ, അതായത് ട്രാവലിംഗിൽ ഞാൻ പൂർണ്ണമായിട്ട് എന്റെ വണ്ടിയിൽ തന്നെ കരുതുന്നതാണ്. നമുക്കറിയാം ഇന്ന് അറേബ്യൻ ഫുഡ് ആയാലും ഒട്ടേറെ ഫുഡ് ആ ഒരു സംസ്കാരം നമ്മൾ മാറിയിട്ടുണ്ട്. ഏതൊരു ഹോട്ടലിൽ ചെന്നാലും നമുക്ക് കിട്ടുന്ന ഫുഡിൽ എന്തൊക്കെ ചേർക്കുന്നുണ്ടെന്ന് പോലും നമുക്ക് പറയാൻ, അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ സാധനം അതിന്റെ കൂടെ ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ കുറച്ച് സമയ ഗ്യാപ്പിൽ അല്ലെങ്കിൽ രാവിലെ വൈകിട്ടോ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഗുണം എന്നുള്ളത് സാറ് തന്നെ പറയും. അതിന്റെ അനുഭവസ്ഥനായ ഒരു മഹത് വ്യക്തിയാണ് നിങ്ങൾക്ക് ഇത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പിത്താശയത്തെ പ്രദീപ്തമാക്കുക, ആമാശയം ശുദ്ധീകരിക്കുക, പക്വാശയത്തിൽ അതിവിശിഷ്ടമായ ആ പക്വാശയ ശേഷി പാകം വരുത്തുവാൻ, കഴിക്കുന്ന ആഹാരത്തെ അതിൻ്റെതായ പൂർണ്ണ രൂപത്തിൽ പാകപ്പെടുത്തിയെടുക്കാൻ കത്തിച്ചു തീർക്കാൻ അത്തരം ഒരു മഹാവിശേഷമാണ്. അതോടൊപ്പം തന്നെ എല്ലാത്തരം ത്വക്ക് രോഗങ്ങളെയും മാറ്റാനും രക്തശുദ്ധിയെ വർദ്ധിപ്പിക്കുന്നതിനും അത് ആമാശയത്തിനകത്തുള്ള അർശസ് ഇത്യാദി രോഗങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നതുമായ ഒരു അമൂല്യ ഔഷധമാണ് ഹരിതയ്ക്കാതി ഗുണം. സോറിയാസിസ് രോഗികൾക്ക് ആദ്യം നമ്മൾ പുരട്ടാൻ കൊടുക്കുന്ന തൈലമാണ് പ്രൈമറി. ആദ്യഘട്ടത്തിൽ തന്നെ അത് തേപ്പിച്ചിട്ടേക്കുക. അതിനുശേഷം നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ ഈ ആതിര സോപ്പ് ചേർത്ത് അത് തന്നെ ഉപയോഗപ്പെടുത്തി കുളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ശരീര സൗന്ദര്യം വർദ്ധിക്കുന്നുണ്ട്, ഇത്തരം രോഗങ്ങൾ മാറ്റുന്നുണ്ട്. എന്ന് തന്നെയാണ് ഈ സോപ്പിന്റെ മറ്റൊരു വിശേഷം ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് 5 ബാക്ടീരിയയെ പ്രതിരോധിക്കുന്നതാണ്. ശാസ്ത്രീയമായി അത് അടിസ്ഥാനമായിട്ട് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ഹൈദരാബാദിൽ ഒരു കമ്പനി വിംട കമ്പനി എന്ന് പറയുന്നത്. രണ്ടാമത് ബാംഗ്ലൂരില് ബാംഗ്ലൂർ ടെസ്റ്റ് ഹൗസില്, പിന്നെ എറണാകുളത്തൊരു കമ്പനി. അങ്ങനെ 3 നാളിടത്ത് നമ്മുടെ സോപ്പ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റെഫിലോകോക്കസ്, ക്ലിപ്സില്ല, സെഡോമോണസ്, ഈക്കോലി 5 ബാക്ടീരിയ പ്രതിരോധിക്കുന്നതായിട്ടുള്ള മൈക്രോഫീൽഡ് ടെസ്റ്റ് ചെയ്ത ആ സംഗതികളുടെ സഹിതം എന്നെ ഏൽപ്പിച്ചു. അത്ര വിശേഷമാണ് ഇതിന്റെ. അതുകൊണ്ട് തന്നെയാണ് ഈ രോഗങ്ങളൊക്കെ മാറുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ബാംഗ്ലൂർ ടെസ്റ്റ് ഹൗസിൽ ടെസ്റ്റ് ചെയ്തപ്പം ലൈക്കോപെയിൻ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഇതിനകത്ത് ഭാഗികമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുകൂടെ പറഞ്ഞു. ലൈക്കോപെയിൻ എന്ന് പറയുന്നത് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതാണ്. ആ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ഈ സോപ്പിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് പ്രത്യേകം എന്നോട് അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടെസ്റ്റ് നമുക്ക് ഇനി വിദേശത്ത് ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം മേന്മയുള്ള കമ്പനികൾ ഇതുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് കൂട്ടായി ചേർന്നോ അല്ലെങ്കിൽ അവരുടെ അധീനതയിലോ നമുക്ക് ഇത് വിട്ടുകൊടുത്ത് ടെസ്റ്റ് ചെയ്ത് ഇത് ഒരു ലോകോത്തരമായിട്ട് നമ്മൾ ആയുർവേദം എന്റെ പാരമ്പര്യ കുടുംബം ചെയ്തെന്ന് പറഞ്ഞാൽ ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിന്റെ സാർവ സൗഖ്യങ്ങളെയും പ്രദാനം ചെയ്യാൻ വേണ്ടി ഒരു കുടുംബ കുല ജീവിതമാണ് എൻ്റെ പാരമ്പര്യം നിലനിർത്തി വരുന്നത്. ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വിശിഷ്ട ഔഷധങ്ങൾ ഈ ലോകത്തിന് അനുഭവയോഗ്യമാക്കുക എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അതിന് ഈ ലോകം എന്നെ സഹായിക്കും. എനിക്ക് ഇന്ത്യക്കാരോ കേരളക്കാരോ ലോകത്ത് അല്ലേ നമ്മുടെ അസുഖം ബാധിച്ചാർക്കും അതെ രോഗികൾക്ക് സമാശ്വാസം വരളാൻ കഴിയുന്ന അത്യപൂർവ ഔഷധങ്ങളുടെ ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ എനിക്ക് അല്പം അഭിമാനിക്കാനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഇനി നിങ്ങളുടെ എല്ലാം സഹകരണം കൊണ്ട് അതിന് പര്യാപ്തമാക്കുകയാണെങ്കിൽ ഞാനും ഈ സമൂഹവും ധന്യമായി തീരും എന്ന് വിശ്വസിക്കുകയാണ്.
മാന്യ പ്രേക്ഷകരെ ഇതൊരു പരസ്യമായിട്ട് എടുക്കേണ്ട, കാരണം നിങ്ങൾക്കറിയാം നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഏറ്റെടുക്കാറുള്ളൂ. സമസ്ത സുഖിനോ ഭവന്തു എന്ന് വെറുതെ പറയുന്നതല്ല, ലോകത്താകമാനം കിട്ടാത്ത ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഇതിൽ നമ്മൾ നാമമാത്രമായിട്ടുള്ള 4-5 മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഇതെല്ലാം പരിചയപ്പെടുത്തി കഴിയുമ്പോൾ ഒരു ദിവസം ഇരുന്ന് നമ്മൾ പറയേണ്ടി വരും, ഒരു ദിവസം മതിയാവില്ല. അത്തരത്തിലൊരു വീഡിയോ കാണാനുള്ള മനസ്സൊന്നും എല്ലാ നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. അപ്പം ഏറ്റവും ചുരുങ്ങിയ കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ ഡോക്ടറെ എല്ലാവർക്കും നേരിട്ട് പരിചയപ്പെടാം. നമ്മുടെ ഈ വീഡിയോയുടെ പല സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പറുകൾ 2 വീതം നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുക. ലോകത്ത് ഏതൊക്കെ രോഗങ്ങളുണ്ടോ ആ രോഗത്തിനൊക്കെ ഭാരതീയ സംസ്കാര പ്രകാരം ഭാരതത്തിന്റെ നിധിയായിട്ട് തന്നെ ഒരുപാട് മരുന്ന് ശേഖരം നമ്മുടെ ഈ നാട്ടിലുണ്ട്. അത് നമുക്കറിയാം, ഒരുപാട് അധിനിവേശ മതസ്ഥരായിക്കോട്ടെ, അധിനിവേശ ശക്തികളായിക്കോട്ടെ, ഇങ്ങോട്ട് കടന്നു വന്ന സമയത്ത് അവർ കൈവച്ച 2 മേഖലകളുണ്ട്. ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസമാണെങ്കിൽ മറ്റൊന്ന് നമ്മുടെ ഇതുപോലെയുള്ള നിധി കുംഭങ്ങളിൽ തന്നെയാണ്. നിധി കുംഭം എന്ന് പറഞ്ഞാൽ കുംഭത്തിൽ വെച്ച മരുന്നുകളല്ല, ഇത്തരത്തിലുള്ള നിധി ശേഖരങ്ങൾ, അതല്ലെങ്കിൽ ഇതുപോലെ അമൂല്യ മരുന്നുകളുടെ എങ്ങനെയാണ് അതിന്റെ കാളിയോലക്കെട്ടുകൾ ഇതൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അത്തരത്തിൽ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഡോക്ടറാണ് പ്രേക്ഷകരുടെ മുന്നിൽ ഇപ്പോൾ സംസാരിച്ചത്. അതുകൊണ്ട് ഏത് രോഗികളാണെങ്കിലും എന്ത് രോഗമാണെങ്കിലും അതിന് ഡോക്ടറെ അടുത്ത് ഒരു പരിഹാരമുണ്ട് എന്നുള്ളതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ആളുകൾ ജനങ്ങളിലേക്ക്, അതല്ലെങ്കിൽ ലോകത്തിന് നന്മ പ്രദാനം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മുൻപിലേക്ക് വരണം, ജനങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ മാക്സിമം ആളുകൾ അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടുക. ഏത് രോഗമായിക്കോട്ടെ ആ രോഗത്തിനുള്ള വഴികളൊക്കെ കണ്ടെത്താൻ പറ്റും. മാത്രമല്ല, മാക്സിമം നിങ്ങൾക്ക് രോഗമില്ലെങ്കിൽ രോഗം കൊണ്ട് ആ രോഗപീഠകൾ കൊണ്ട് വലയുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ. അതുകൊണ്ട് ഈ വീഡിയോ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കരുനാഗപ്പള്ളി ഭാഗത്തൂടെ യാത്ര ചെയ്തപ്പോഴാണ് ഡോക്ടറെ എനിക്ക് കാണാനുള്ള ഭാഗ്യം ലഭിച്ചത്. ഒരുപാട് നാളായി ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്, പക്ഷെ നേരിട്ട് കാണാൻ ഇന്നാണ് പറ്റിയത്. കാരണം ഇവിടെ വേറൊരു വിഷയം എടുക്കാൻ വേണ്ടി വന്ന ഒരു സംഘപ്രവർത്തകന്റെ ഒരു വിഷയം എടുക്കാൻ വന്ന സമയത്താണ് ഡോക്ടറോട് ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ആവശ്യക്കാർ മാത്രം എന്ന് വീണ്ടും പറയുന്നു, അദ്ദേഹത്തെ ബന്ധപ്പെടുക. നമ്പറുകൾ ഒരുപാട് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഡോക്ടർ ഒരുപാട് നമസ്കാരം.